ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം മക്കയിലെ ഉംറയ്ക്ക് ശേഷം മദീനയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് നമുക്ക് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഷെമിക്കാവും കൂടിയിട്ടാണ് ഞങ്ങൾ മദീനയിലേക്ക് പോകുന്നത്. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് മെട്രോയിലാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ടാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതിലാണ് പോകുമ്പോൾ എളുപ്പം, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ പറഞ്ഞു മെട്രോ ആണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് മദീനയിലേക്ക് എത്താൻ പറ്റുന്ന മക്കയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടാക്സി പിടിച്ചിട്ട് നേരെ മറ്റേ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം അണ്ടർഗ്രൗണ്ടാണ്. കുറേ സ്ഥലം ഇപ്പോൾ മക്കയിൽ നല്ല നല്ല സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ എല്ലാം യാത്രേൻ്റെ ദൂരം കുറക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് അണ്ടർഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ പോയത്. പിന്നെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് പണിയുന്നുണ്ട്. ഇപ്പോൾ 2030 എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ ഏരിയയിൽ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണ്. ഇനിയിപ്പോൾ 2030 ഇപ്പോൾ മക്കയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വണ്ടിയിൽ കയറി. വണ്ടിയിൽ ഒരു പാകിസ്ഥാനിയാണ് ഡ്രൈവറായിട്ടുണ്ടായത്. മൂപ്പർ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ട്രെയിന് എപ്പോൾ വേണമെങ്കിൽ 1 മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് ട്രെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 500 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കാറിനെ ഒഴിവാക്കിയിട്ട് മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മെട്രോ ആകുമ്പോൾ നല്ല യാത്രാ സുഖം കാര്യങ്ങളെല്ലാം ഉണ്ടാവും, നല്ല സ്പീഡാണ്. അതുകൊണ്ട് പിന്നെ അതന്നെ ചൂസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മെട്രോൻ്റെ അടുത്ത് പോയി. ഇതെല്ലാം മെട്രോൻ്റെ പാർക്കിംഗ് ആണ്. ഈ ടെൻ്റെല്ലാം കാണുന്നില്ല, അതെല്ലാം മെട്രോൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അത് യു ടേൺ എടുത്തിട്ട് ഒരു അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ അതിൻ്റെ ലിഫ്റ്റിൻ്റെ അടുത്ത് അവർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ മുകളിൽ പോയി. ലിഫ്റ്റിൻ്റെ അടുത്തൊക്കെ തന്നെ ഇതിൽ പോയാൽ നേരെ ലിഫ്റ്റിൻ്റെ അടുത്ത് തന്നെ എത്തുന്നുണ്ട്. അതിനുശേഷം നേരെ ലിഫ്റ്റ് കയറിയിട്ട് നേരെ പോകുന്ന തന്നെ മെട്രോൻ്റെ ഒരു എൻട്രൻസിലേക്കാണ്, ടിക്കറ്റിംഗ് ഏരിയയിലേക്കാണ്. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു. ടിക്കറ്റിന് ഏകദേശം വരുന്നത് 250 റിയാലാണ്. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ മെട്രോയിൽ ഏകദേശം ഞങ്ങൾക്ക് അരമണിക്കൂർ ഉണ്ടായിരുന്നു ട്രെയിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ വെയിറ്റ് ചെയ്തു. നല്ല മെട്രോ സ്റ്റേഷനാണ്, നല്ല അടിപൊളി മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷൻ എന്ന് പറയില്ല കാണുമ്പോൾ, അത്ര ഒരു എയർപോർട്ട് ലുക്കാണ് മൊത്തത്തിൽ. നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളും. പാസഞ്ചേഴ്സെല്ലാം കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ മുകളിൽ പോകും. മുകളിൽ നിന്ന് ആ ടൈം ആകുമ്പോഴാണ് നമ്മളെ താഴേക്ക് വിടുന്നത്. നമ്മൾ ഫ്ലൈറ്റിലേക്കെല്ലാം കയറാൻ പോകുന്നില്ല, അതേപോലെയാണ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ബോർഡിംഗ് പാസ് പോലെ അതൊക്കെ കടന്നു പോയിട്ട് നേരെ അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നതിന് ശേഷമാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ മുകളിലുണ്ട്. ഇപ്പോൾ മുകളിൽ നിന്ന് കുറച്ച് നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് അത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുന്നത്. പ്ലാറ്റ്ഫോമിൽ കുറേ ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു 1-2 ട്രെയിനേ ഉണ്ടാവുള്ളൂ. ഇത് നിരത്തി വെച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഒരു 5-8 പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അതിൽ. മെട്രോ സ്റ്റേഷനകത്ത് അങ്ങനെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, ആൾക്കാരെല്ലാം കുറവായിരുന്നു. ഇപ്പോൾ ട്രെയിനിൽ എങ്ങനെയെന്ന് അറിയില്ല, ആ സമയമാകുമ്പോൾ വരുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ സീറ്റ് മുമ്പിലായിരുന്നു. അങ്ങനെ മുമ്പിലേക്ക് നടന്നു. പിന്നെ ഏകദേശം 500-600 കിലോമീറ്ററാണ് അവർ പറഞ്ഞത്. അവർ ചോദിച്ചു. അപ്പോൾ 500-600 കിലോമീറ്ററിൻ്റെ ഒരു ഐഡിയയിലാണ് ഇപ്പോൾ ടോട്ടലുള്ളത്. ഏകദേശം 3 മണിക്കൂർ കൊണ്ടാണ് യാത്ര അവിടെ എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സ്പീഡായിരിക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. 300 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ അതന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി എത്ര സ്പീഡിലായിരിക്കും അത് പോകുന്നതെന്ന്. നമ്മൾ ഇപ്പോൾ നാട്ടിൽ വണ്ടിയിലെല്ലാം പോകുമ്പോൾ 100, 120, 140 സ്പീഡാണ് പോകുന്നത്. ഇത് 300 സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിന് നമ്മളെല്ലാം കയറിയതിന് ശേഷം ട്രെയിന് പുറപ്പെട്ടതിന് ശേഷമാണ് പുറത്ത് സ്റ്റാർട്ടിങ്ങിൽ നല്ല വ്യൂ ആയിരുന്നു. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റാണ്. അപ്പോൾ മെട്രോ പോകുന്നതേ അറിയുന്നില്ല, ഒരു അനക്കം വരെ ഇല്ല. പിന്നെ സ്പീഡ് നോക്കണമെങ്കിൽ നമ്മൾ താഴെ ഇങ്ങനെ നോക്കണം, അപ്പോഴേ അതിൻ്റെ സ്പീഡ് അറിയുള്ളൂ. അകത്ത് ഇരുന്നാൽ സ്പീഡൊന്നും അറിയാൻ പറ്റുന്നില്ല. പുറത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾക്ക് ഫുള്ള് മരുഭൂമിയാണ്. ഇതാ 299, 300 സ്പീഡിലാണ് ഇത് പോകുന്നത്. ഒരു അനക്ക കാര്യങ്ങളൊന്നുമില്ല.
ആ ട്രെയിൻ പോകുന്നതേ അങ്ങനെ അറിയുന്നില്ല, അത്ര സ്പീഡ് പോകുന്നത് നമുക്ക് അറിയുന്നില്ല. നമ്മുടെ നാട്ടിലെ ട്രെയിനെല്ലാം അവസ്ഥ ആലോചിച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെ സൗണ്ടും ബഹളവും ഉണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ പുതിയ ട്രെയിനെല്ലാം വന്നത് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, പക്ഷേ ഇത്ര സ്പീഡിലൊന്നും പോകുന്നില്ല നമ്മുടെ നാട്ടിലെ ട്രെയിനൊന്നും. പിന്നെ നമ്മൾ മദീനയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾക്കിങ്ങനെ ബാങ്ക് കൊടുക്കാനായി. അങ്ങനെ ഓട്ടമായിരുന്നു. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും റീച്ച് ആണല്ലോ. അങ്ങനെ അൽബൈക്കിൽ പോയിട്ട് കുറച്ച് സാധനമെല്ലാം ഓർഡർ ചെയ്ത് അവിടെ തന്നെ നമ്മളെ കയ്യിലുള്ള നോമ്പിൻ്റെ സാധനമെല്ലാമായിട്ട് അവിടെ തന്നെ ഇരുന്ന് പിന്നെ കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ ബാങ്ക് കൊടുത്ത് നോമ്പെല്ലാം തുറന്നതിന് ശേഷം അവിടുന്ന് തന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ മെട്രോ സ്റ്റേഷനിൽ തന്നെയാണ് ഇത്. അപ്പോൾ അപ്പുറത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടുന്ന് നിസ്കരിച്ചിട്ട് പിന്നെ നമുക്ക് മദീനയിലേക്ക് എത്തണമെങ്കിൽ ടാക്സി പിടിക്കണം. പുറത്തിറങ്ങിയിട്ട് ടാക്സി പിടിച്ചിട്ട് വേണം നമുക്ക് മദീനയ്ക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പള്ളിക്ക് പോയി റൂമിൽ സാധനമെല്ലാം കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ പള്ളിക്ക് പോയത്. പിന്നെ പള്ളിയിൽ നമുക്ക് ഇശാവിന് മുമ്പായിട്ട് എത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓട്ടത്തിലായിരുന്നു ആ സമയത്ത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ശേഷം ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ പള്ളിക്ക് പോയിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാനിങ്ങിലായിരുന്നു മൊത്തത്തിൽ. സുബിയാണെങ്കിലും പിന്നെ ലൂറ് അസർ മഗ്‌രിബ് എല്ലാത്തിനും ഇമാം ജമാഅത്തിന് എത്താൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ആയിരുന്നു റൂം ഉണ്ടായിരുന്നത്. അവിടെ പള്ളിക്ക് പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ സീറ്റ് കിട്ടില്ല, അത്ര ആൾക്കാർ ഉണ്ട്. ഒന്നാകെ ആൾക്കാരൊക്കെ നടക്കുന്നൊന്നല്ല, ഓടുന്നതാണ്. ബാങ്ക് കൊടുത്തതിന് ശേഷം ഓട്ടമാണ്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫുള്ള് ആളാവും. പിന്നെ നമ്മൾ പോയി സീറ്റ് പിടിച്ചാൽ അകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് നിസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ റക്അത്തിനും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് നമ്മളെ സ്ഥലമെല്ലാം ഫുള്ള് ഇതാക്കും. പിന്നെ ചെരുപ്പ് വെക്കാനെല്ലാം ഇവിടെ സൗകര്യമുണ്ട്, മക്കത്തെ പോലെയല്ല, ഇവിടെ നല്ല സൗകര്യമാണ്. പള്ളിയും നല്ല സൗകര്യമാണ്, ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. മദീനയിലെ പള്ളി എന്താണെന്ന് വെച്ചാൽ അറമിനെ പോലെയല്ല. അറമിൽ നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാത്തിനും പ്രോപ്പർ നമ്പറും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ വഴി തെറ്റാൻ സാധ്യത കുറവ് തന്നെ. പിന്നെ ആൾക്കാരും അങ്ങനെ തന്നെ, അവിടെ തന്നെ ഇത്തികാഫ് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ബാഗും കാര്യങ്ങളും ചെരുപ്പും എല്ലാം അവിടെ തന്നെ വന്നിട്ട് അവിടെ തന്നെ താമസിക്കുന്ന പോലെയാണ് ആൾക്കാരുള്ളത്. ബാഗെല്ലാം പുറത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ മക്കത്താണെങ്കിൽ അവിടെ എന്ത് വെച്ചാൽ അത് എടുത്ത് കളയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കും ഇരിക്കാനും ദുആ ചെയ്യാനും ഇത്തികാഫ് ഇരിക്കാനും എല്ലാ സൗകര്യം കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ നേരെ അണ്ടർഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ബാത്റൂം സൗകര്യം കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല രീതിയിലാണ് ഉള്ളത്. ആൾക്കാർ എത്ര ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നില്ല. മദീനയിൽ തന്നെ 2-3 ദിവസം ഉണ്ടായിരുന്നു. റൂം അടുത്തായതുകൊണ്ട് ഞങ്ങൾ റൂമിൽ പോവും, പിന്നെ പള്ളിക്ക് വരും. പള്ളിയിൽ നിസ്കരിക്കാൻ വന്നതിന് ശേഷം ദുആ ചെയ്തിട്ട് വീണ്ടും റൂമിൽ പോവും. പിന്നെ നോമ്പുറക്കാൻ വരും. പിന്നെ ഇശാവിന് തറാവിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിൽ പോകുന്നത്. അപ്പോൾ ഇതിന് പുറത്ത് ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരാൾ പറഞ്ഞു എന്നോട്, ഖബർസ്ഥാനുണ്ട്, കുറേ മഹാന്മാരെ ഖബർസ്ഥാനുണ്ട്, അവിടെ പോയിട്ട് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഖബർസ്ഥാൻ ലക്ഷ്യമാക്കിയിട്ട് കുറേ നടന്നു. അവിടെ പുറത്താണ് അതിൻ്റെ സ്ഥലം ഉണ്ടായത്. അപ്പോൾ ഈ പച്ചക്കുബ്ബ, ബാക്കിൽ കാണുന്ന പച്ചക്കുബ്ബൻ്റെ അടിയിലാണ് മുഹമ്മദ് നബിയുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹയുടെയും ഖബർസ്ഥാനെല്ലാം ഇതിനടിയിലാണ് ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് കുറേ വളഞ്ഞ് തിരിഞ്ഞിങ്ങനെ പോയാൽ അതിന് അകത്തേക്ക് നമുക്ക് എൻട്രൻസ് ഉള്ളൂ. അതും ഓരോരോ സമയത്ത് മാത്രമേ നമുക്ക് പെർമിഷൻ ഉള്ളൂ. ഓരോരോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ആക്കിയ ശേഷം അതെല്ലാം വിസിറ്റ് ചെയ്തിട്ട് വീണ്ടും പോവാം. പിന്നെ അതിന് ശേഷം കുറേ മഹാന്മാരും പിന്നെ ഖബറടക്കം ചെയ്ത നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ അങ്ങനെ ഒരു ഏരിയ തന്നെ ഫുള്ള് ഖബറും കാര്യങ്ങളും ഉള്ള ഒരു ഏരിയ ആണ്. അത് വിസിറ്റ് ചെയ്യൽ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ ഒന്നിച്ച് പോയി. കുറേ ലോങ്ങാണ്, കുറേ നടക്കേണ്ടി വന്നിട്ടുണ്ട്. കുറേ എന്ന് വെച്ചാൽ ഏകദേശം കിലോമീറ്റർ കണക്കിനാണ് ഈ ഖബർസ്ഥാനുള്ളത്. അപ്പോൾ അതും കാണാൻ പറ്റി. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പുറത്ത് ആരോ മരിച്ചിട്ട് അത് മറമാടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ആരോ മരിച്ച ആളെല്ലാം കൊണ്ടുപോയി വന്നിട്ട് അവിടെ തന്നെ മറമാടും. അപ്പോൾ ആ ബാക്കിൽ കാണുന്നില്ല, അറം അത്രയും ഡിഫറൻസ് ആണുള്ളത്. മദീനൻ്റെ പള്ളിയും ഈ ഖബർസ്ഥാനും അത്ര ഡിഫറൻസ് ആണുള്ളത്. ആ ഏരിയക്ക് നമ്മൾ ഫുള്ള് നടന്നിട്ട് പോയിട്ട് ഇതെല്ലാം കാണാൻ പറ്റി. പിന്നെ അവിടെ അത്രയും ക്യൂ ആയിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്ന് വെച്ചാൽ മഗ്‌രിബിന് മുമ്പായിട്ട് പള്ളിക്ക് എത്തണം, എന്നാലേ നോമ്പ് തുറക്കാനുള്ള സൗകര്യം അവിടെ കിട്ടുള്ളൂ.
അങ്ങനെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ മടങ്ങിയിട്ട് നേരെ നമുക്ക് പള്ളിക്ക് അകത്തേക്ക് പോകണം. ആ പള്ളിക്ക് അകത്തേക്ക് ഏകദേശം ഒരു 5:30 മണിക്ക് 6 മണിക്ക് അകത്ത് പോയാലേ അവിടെ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഏകദേശം ആ ടൈം ആകുമ്പോൾ തന്നെ അവിടെ എത്തി. പിന്നെ നോമ്പ് തുറ ഇന്ന് പള്ളിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എത്തുമ്പോൾ തന്നെ എല്ലായിടത്തും എൻ്റെ അവിടെ സീറ്റ് ക്ഷമിക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് നേരെ അവിടെ വരാൻ പറ്റി. അപ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളെല്ലാം എത്തി. ഈ പള്ളീൻ്റെ അടുത്തുള്ള കുറേ ആൾക്കാരെല്ലാം ഫുഡ് കൊടുത്തിട്ട് അവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികളെല്ലാം ചായ കൂട്ടി തരലും പിന്നെ നോമ്പ് തുറക്കാനുള്ള കുറേ സംഭവങ്ങളെല്ലാം നമുക്ക് തന്നു. പിന്നെ അതിന് ശേഷം പുറത്ത് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് മദീന പള്ളി ആരംഭം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്നിട്ട് ആ പള്ളി ഉണ്ടാക്കുന്നത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഘട്ടങ്ങളും, അതിൽ ഓരോ ഘട്ടങ്ങളും നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഒരു ഗൈഡെല്ലാം ഉണ്ടായിരുന്നു. ആ ഗൈഡിൻ്റെ സഹായത്തോടെ ഈ മദീന പള്ളീൻ്റെ കുറേ ചരിത്രം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ആ ഗൈഡിൻ്റെ അവർ പറഞ്ഞു കൊടുക്കുന്ന അവരെ ഒന്നിച്ച് തന്നെ കൂടിയത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഫുള്ള് ഓഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളും വീഡിയോ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ആ എക്സിബിഷനകത്ത് പോയിട്ട് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എത്രയോ ഘട്ടങ്ങളായിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ പള്ളിയുടെ രൂപങ്ങളും കഅബൻ്റെ രൂപങ്ങളും അതെല്ലാം അവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും നമ്മൾ പള്ളിയിലേക്ക് പോയിട്ട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ നാട്ടിലേക്കുള്ള ഒരുക്കങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ പള്ളിയിലേക്ക് ഒന്നുകൂടി പോയിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജിദ്ദയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ ജിദ്ദ എയർപോർട്ടിലേക്ക് നമ്മൾ പുറപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്കാണ്. ഇനി മദീനത്തു നിന്ന് നേരെ ജിദ്ദക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നേരെ മദീന മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ പോയി. അവിടുന്ന് നമ്മൾ നോമ്പ് തുറക്കാനായി. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ കയറുമ്പോൾ തന്നെ കുറേ ഫുഡും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ ടിക്കറ്റ് അവിടുന്ന് തന്നെ സ്പോട്ടിലെടുത്തു. ഓൺലൈനിൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് സ്പോട്ടിൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം അവിടുന്ന് പുറപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെട്രോ സ്റ്റേഷനകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് നിസ്കരിക്കാനും പിന്നെ അതേപോലെ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സൗകര്യമുള്ള മെട്രോ സ്റ്റേഷനാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സാധനം ഇഷ്ടംപോലെ അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ സംഘടന കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ചെറിയ ടേബിളിൽ നിന്ന് തന്നെയാണ് നോമ്പ് തുറന്നത്. അങ്ങനെ നോമ്പ് മുറിച്ചതിന് ശേഷം ഒരു കോഫിയെല്ലാം വാങ്ങിയിട്ട് നേരെ ട്രെയിനിൻ്റെ ടൈമായി. അപ്പോഴത്തേക്ക് പിന്നെ നേരെ ട്രെയിനിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ ട്രെയിനിലും അതേപോലെ ഞങ്ങൾ നേരത്തെ വന്ന അതേപോലെ തന്നെ ട്രെയിൻ സെയിം ട്രെയിനാണ്. പിന്നെ അതിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നെങ്കിൽ നമ്പർ മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ. ട്രെയിൻ വന്ന ട്രെയിൻ അല്ലെങ്കിൽ പോകുന്ന ട്രെയിൻ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ എല്ലാം സെയിം ആയിരുന്നു. ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം സെയിം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബാത്റൂമെല്ലാം ഭയങ്കര സൗകര്യമാണ്. നമ്മൾ ഫ്ലൈറ്റിൽ ഏത് രീതിയിലാണ് ബാത്റൂം ഉള്ളത് അതേപോലെയാണ് ഇതിൻ്റെ ബാത്റൂമും ഉള്ളത്. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലഷ് ആക്കുന്നതും ആ ഒരു സംഭവത്തിലാണ്. ചെറിയ ബാത്റൂം ആണെങ്കിലും എല്ലാ സൗകര്യവും നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉള്ള ബാത്റൂമായിരുന്നു. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സീറ്റാണെങ്കിലും നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ഭയങ്കര വൃത്തിയായിരുന്നു. നല്ല ഇരിക്കാനുള്ള ആ സീറ്റും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലും നല്ല വെടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. തിരിച്ചു പോകുമ്പോൾ നമുക്കിപ്പോൾ മക്കത്തുനിന്ന് മദീനക്ക് വന്ന അത്രയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജിദ്ദ വരെ പോയാൽ മതി. ജിദ്ദയിൽ സ്റ്റോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ജിദ്ദ ഇറങ്ങിയതിന് ശേഷം അവിടുന്നാണ് എയർപോർട്ടിൽ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. പിന്നെ യാത്രക്കാരൊന്നും ഇല്ല. എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോൾ എൻ്റെ ബോഗിയിൽ തന്നെ കുറച്ച് ആൾക്കാർ ഏകദേശം ഒരു 100 പേര് ഇരിക്കേണ്ട സ്ഥലത്ത് ഒരു 10 പേരേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ജിദ്ദയിൽ ഇറങ്ങിയതിന് ശേഷം നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ക്ഷമിക്കാനൊരു ഫ്രണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ചെറിയൊരു നോമ്പെല്ലാം തുറന്നതിന് ശേഷം നമുക്ക് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വെളുപ്പിനാണ് ഫ്ലൈറ്റ്. അപ്പോൾ അത്താഴം കഴിച്ചതിന് ശേഷം പോകാമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്നല്ല നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഇത് മെട്രോ സ്റ്റേഷനാണ്, ജിദ്ദ മെട്രോ സ്റ്റേഷൻ. നേരത്തെ കാണിച്ചത് മക്ക മെട്രോ സ്റ്റേഷൻ, പിന്നെ മദീന മെട്രോ സ്റ്റേഷൻ, ഇത് ജിദ്ദ മെട്രോ സ്റ്റേഷൻ.
മൂന്നും ഇൻറ്റീരിയർ ഡിഫറൻസ് ആണ്. എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇൻറ്റീരിയർ എല്ലാം ഓരോന്നും ഡിഫറെൻറ്റ് ഇൻറ്റീരിയറും കാര്യങ്ങളും ഫുള്ള് അറ്റ്മോസ്ഫിയർ എല്ലാം ഡിഫറൻസ് ആണ്. ഇത് താഴെ ഫുള്ള് പാർക്കിങ്ങും പിന്നെ അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഷെമിക്കാൻ്റെ നാട്ടുകാരന് ആണ് ഇത്. നാട്ടുകാരനും സുഹൃത്തും അങ്ങനെ അയൽവാസിയാണ്. അവരെ ഫാമിലിയും തോന്നുന്നു. ഫാമിലി എന്ന് പറഞ്ഞിരുന്നു, ചെറിയ ഫാമിലി ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്തു. പിന്നെ ചിക്കന്, ഫിഷ് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തു. അതെല്ലാം കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. റൂമിൽ നിന്ന് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അത്താഴത്തിനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളെല്ലാം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അത്താഴം കഴിച്ചതിന് ശേഷം നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ റൂമിലെത്തിയിട്ട് റൂമിൽ കുറേ ആൾ ഉണ്ടായിരുന്നു, അവരെല്ലാം ഒന്ന് പരിചയപ്പെട്ടു. പിന്നെ അവിടുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റി. യാത്ര തന്നെ ആയിരുന്നല്ലോ, മക്കയിൽ നിന്ന് ജിദ്ദ വന്നിട്ട് പിന്നെ കുറച്ച് ക്ഷീണമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് അവിടുന്ന് കുറച്ച് സംസാരിച്ചിട്ട് പിന്നെ കുറച്ച് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പം തന്നെ പിന്നെ ബാങ്ക് കൊടുക്കാൻ ആയി, പുറപ്പെടണമല്ലോ, അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിലേക്ക് വേറെ പർച്ചേസ് ഒന്നും ഉണ്ടായില്ല. ഈത്തപ്പഴം വാങ്ങി പിന്നെ കുറച്ച് സംസം വെള്ളം എയർപോർട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അവരെന്നെ എല്ലാം സൗകര്യം ചെയ്തു തന്നു. ഈത്തപ്പഴമെല്ലാം അവർ രാത്രി പോയിട്ട് നമുക്ക് റെഡിയാക്കി തന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. വെളുപ്പിനായതുകൊണ്ട് വലിയ റോഡൊന്നും ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ആൾക്കാരും കുറവായിരുന്നു. അതുകൊണ്ട് നേരെ തന്നെ നമുക്ക് എയർപോർട്ടിൽ വിചാരിച്ചതിനായിട്ടും നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്താൻ പറ്റി. ഇത് ജിദ്ദ എയർപോർട്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റേത് ജിദ്ദയിൽ പഴയ എയർപോർട്ടുണ്ട്, അവിടെയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി. അത് ബോർഡിംഗ് പാസ്സെല്ലാം കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ ഫ്ലൈറ്റിന് ഏകദേശം 2 മണിക്കൂർ വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് റൂമിൽ നിന്ന് പുറപ്പെട്ടത്. അത് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പിന്നെ അവിടെ എയർപോർട്ടിനകത്ത് കുറേ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എയർപോർട്ടിൽ അകത്തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നമുക്ക് കുറച്ച് നിസ്കരിക്കാനും പിന്നെ അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാനെല്ലാം പറ്റിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വന്ന് പിന്നെ നേരെ ബസ്സിലേക്ക് പുറപ്പെട്ട് ബസ്സിൽ നിന്നാണ് പിന്നെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ബസ്സിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആൾ ഇതേപോലെ വന്നിട്ട് കുറേ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് സംസം വെള്ളം കിട്ടിയത്. അങ്ങനെ ഞങ്ങളെ സ്പൈസ് ജെറ്റിൻ്റെ ഫ്ലൈറ്റായിരുന്നു. പിന്നെ നേരെ സ്പൈസ് ജെറ്റിൻ്റെ ഫ്ലൈറ്റിലേക്ക് പോയി, അതിലേക്ക് കയറി. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ബാക്കിലെല്ലാം ആൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോയതുകൊണ്ട് പിന്നെ ആളൊന്നും കാണിക്കാൻ പറ്റിയില്ല അധികമൊന്നും. പിന്നെ അകത്ത് നേരത്തെ വന്ന ആൾക്കാരെല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നു ഫ്ലൈറ്റിനകത്ത്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ട് കുറച്ച് വീഡിയോ എല്ലാം എടുക്കുമ്പോഴേക്ക് ഫ്ലൈറ്റ് നല്ല പുറപ്പെടാനുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്ന് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം ഫ്ലൈറ്റ് പുറപ്പെട്ട് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഭാഗ്യത്തിന്. അധികം എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച് വാങ്ങാറുണ്ട് വീഡിയോ എടുക്കാൻ, അല്ലെങ്കിൽ എനിക്ക് താഴത്തെ വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. ഇതാണ് എയർപോർട്ട് കേട്ടോ. എയർപോർട്ട് എന്ന് വെച്ചാൽ 2 എയർപോർട്ട് കൂടിയിട്ട് ഒറ്റ ഒരു റൺവേ ആണ്. അപ്പോൾ 2 എയർപോർട്ട് ഒരു ഡിസ്റ്റൻസിൽ 2 എയർപോർട്ടാണ്, പഴയ എയർപോർട്ടും പിന്നെ പുതിയ എയർപോർട്ടും. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങാൻ പോവുകയാണ്. ഞാൻ ടിക്കറ്റ് എടുത്തത് കാലിക്കറ്റിലേക്കാണ്. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇത് സൗദി ഭയങ്കര വ്യൂ ഉള്ള ഒരു ഭയങ്കര ഏരിയ ആണ്. അപ്പോൾ ബിൽഡിങ്ങും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ദുബായിൽ കാണുന്ന പോലെ അധികം ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കുറവാണ്. ഇപ്പോൾ ഇത് അവിടുത്തെ വലിയൊരു സ്റ്റേഡിയമാണ്. അത്ര ഞാൻ സൂമാക്കിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അത്ര ലോങ് ഉള്ള സ്റ്റേഡിയം നോക്കിയതിന്. പിന്നെ അതിനുശേഷം ഈ സൗദീൻ്റെ കുറേ താഴത്തെ വ്യൂ എല്ലാം നോക്കിയ ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ ഒന്നും കാണുന്നില്ല, കടലായി. ഇതാണ് അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും. ഈ എയർപോർട്ടിനടുത്തുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും താഴെയുള്ളത് ഇതാണ്. ഈ ഒരു രീതിയിലാണ്, നട്ടുച്ചയാണ്. അപ്പോൾ വെയിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ രാത്രി വ്യൂ അത് വേറെ ആയിരിക്കും എന്തായാലും. പിന്നെ കുറച്ചതിന് ശേഷം പിന്നെ താഴെയൊന്നും കാണുന്നില്ല. പിന്നെ ഈ ഫ്ലൈറ്റിൽ നിന്ന് നമ്മളെ ആകാശത്തുകൂടി പോകുന്ന അതിൻ്റെ കുറച്ച് വ്യൂസ് കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തത്.
അതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഈ ഒരു വ്യൂ നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അത്ഭുതം അറിയുന്നത്. നമ്മൾ എത്രയോ അടി മുകളിൽ ഇങ്ങനെ മേഘത്തിൻ്റെ ഇടയിലൂടെ എത്രയോ സ്പീഡാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. പക്ഷെ നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അതെല്ലാം നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്നത്. അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം പുറത്തോട്ടിട്ട് നോക്കുമ്പോഴായിരിക്കും ഇതെല്ലാം നമുക്കിങ്ങനെ മനസ്സിൽ വരുന്നത്. എത്ര സ്പീഡ് പോകുന്നുണ്ട്, പക്ഷെ ഒരു അനക്ക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഉറങ്ങിപ്പോയിട്ടെ. ഞാൻ വീഡിയോ ഓണിലിട്ടിട്ടുണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. പിന്നെയാണ് പെട്ടെന്ന് എനിക്ക് അറിഞ്ഞത്. അങ്ങനെ എണീറ്റ് നോക്കുമ്പോഴേക്ക് പിന്നെ വീഡിയോ കുറച്ച് റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാലിക്കറ്റ് എത്തുന്നതും കാത്ത് എല്ലാവരും ഇങ്ങനെ ഉണ്ട്. ഫ്ലൈറ്റിൽ വേറെ ഫുഡ് കാര്യങ്ങളും രാവിലെയാണ്, ഇത് രാവിലെ ആയതുകൊണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായില്ല. പിന്നെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ഒരു സ്നാക്കും കുറച്ച് കാര്യങ്ങളും തന്നു. പിന്നെ കാലിക്കറ്റിൻ്റെ ഏകദേശം കാലിക്കറ്റ് എത്തി. നമ്മളെ പച്ചപ്പ് കാണാൻ പറ്റിയില്ലേ. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തി. അപ്പോൾ കോഴിക്കോട് നിന്ന് ആണ് എന്നെ നാട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഇപ്പോൾ എനിക്ക് കണ്ണൂരിൽ നിന്ന് എൻ്റെ മോള് അവിടെ ഉണ്ട്, ഹാഷ കുലൂസ് അവിടെ ഉണ്ട്. അവളെ കൂട്ടിയിട്ട് വേണം, ഉമ്മമ്മൻ്റെ കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂട്ടിയിട്ട് വേണം കാസർഗോഡ് പോകാൻ. ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് ട്രെയിൻ ഉണ്ട്. പിന്നെ എനിക്ക് ഷെമിക്കാൻ്റെ കുറച്ച് ഈത്തപ്പായം കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതെനിക്ക് വടകരയിൽ കൊടുക്കണം. അപ്പോൾ അവർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോകും. പിന്നെ അത് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഫ്ലൈറ്റ് മറ്റേ ട്രെയിനിൽ നേരെ കാസർഗോഡേക്കുള്ള ട്രെയിനിൽ പോകണം. ഞാനിപ്പോൾ ഓൺലൈൻ തന്നെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓൺലൈനിൽ ഞാൻ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ ടിക്കറ്റെല്ലാം കിട്ടി. അപ്പോൾ പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ ബാഗും കാര്യങ്ങളും ബാഗേജ് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടി. പക്ഷേ സംസം വെള്ളം കിട്ടാൻ കുറേ ലേറ്റായി. പെട്ടിയെല്ലാം ഫസ്റ്റ് തന്നെ കിട്ടിയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് പിന്നെ കുറച്ച് സാധനമെല്ലാം പർച്ചേസ് ഉണ്ടായിരുന്നു. ഒരു ബേക്കറിയിൽ കയറിയിട്ട് കോഴിക്കോട്ടെ കുറേ ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തു. പിന്നെ നേരെ കോഴിക്കോട് ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സാധനമെല്ലാം കൊടുത്തിട്ട് ഞാൻ പിന്നെ ട്രെയിന് കയറിയിട്ട് നേരെ ഫസ്റ്റ് കണ്ണൂരിൽ നിന്ന് മോളെ കൂട്ടണമല്ലോ, അതേ ട്രെയിനിലാണ്. അപ്പോൾ അളിയനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അളിയനെ വിളിച്ച് പറഞ്ഞു നീ അവിടെ എത്തിക്കോളൂ. അപ്പോൾ കണ്ണൂരെത്തുമ്പോൾ പിന്നെ അവർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് തന്നെ നിന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് മോളെ കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടാകുമ്പോൾ ഓള് എൻ്റെ അടുത്ത് വന്നു. ട്രെയിൻ നിർത്തി, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. നേരെ പിന്നെ അവിടുന്ന് ഓളെ കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു എപ്പിസോഡായിട്ട് തിരിച്ചു വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.